ഉദ്ഘാടനം കഴിഞ്ഞു. അതെ, പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിടുന്നു. എന്ത് തോന്നുന്നു? ഒരുപാട് ആശ്വാസവും ഒപ്പം അഭിമാനവും തോന്നുന്നുണ്ട്. ഇത് ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു ദിവസം പുലർന്നതിൽ, അത് നടക്കുന്നതിൽ ഒരുപാട് 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 നന്ദി എല്ലാവരോടും. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പ്രധാനമന്ത്രി വളരെ വിശദമായി തന്നെ പറഞ്ഞു. കേരളത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി വിഴിഞ്ഞം മാറുമെന്നാണ് പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം അവിടെ ഞങ്ങളുടെ പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗിൽ വന്നപ്പോഴും നമ്മുടെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്മാരെയൊക്കെ നേരിട്ട് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്തും വലിയ അത്ഭുതമായിരുന്നു പങ്കുവച്ചത്. നമ്മുടെ മൊത്തം സിസ്റ്റം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ട് ശരിക്കും ആ ഒരു വിസ്മയം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് തോന്നുന്നത്. അവിടെ എന്താണ് മീഡിയയ്ക്ക് പ്രവേശന സ്ഥലം, എന്താണ് ശരിക്കും പ്രധാനമന്ത്രി എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്, എന്താണ് അവിടെ സംഭവിച്ചത്? അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവർണറിനോടും ഒപ്പം നമ്മുടെ എങ്ങനെയാണ് പോർട്ട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് എന്നുള്ളത് കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ 3 ഓപ്പറേഷൻസ് മുറികളിലും നമ്മൾ വിശദമായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് പുറംകടലിലും ആഴക്കടലിലുമുള്ള കപ്പലുകൾ സഹിതം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്, അതെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, ഒപ്പം ക്രെയിനുകൾ, ഇത്രയും പടുകൂറ്റൻ ക്രെയിനുകൾ എങ്ങനെയാണ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻസ് വഴി സ്ത്രീകൾ ചെയ്യുന്നത് പ്രത്യേകം പറഞ്ഞു. അതെ അതെ, അത് ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. സ്ത്രീകളെ 4 പേരുണ്ടായിരുന്നു ഇന്ന് ഡ്യൂട്ടിയിൽ അവിടെ. അപ്പം സ്റ്റെഫിയും പ്രീനയും അനീഷയും സുനിതയും ഉണ്ടായിരുന്നു. അപ്പൊ അവരെ 4 പേരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു അദ്ദേഹത്തിനും. അതിൽ വളരെയധികം അഭിമാനിക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സംസാരിക്കുമ്പോൾ വിസ്മയത്തുമ്പത്താണെന്ന് താങ്കൾ പറഞ്ഞു. അതുപോലെ പ്രധാനമന്ത്രി വിസ്മയത്തുമ്പത്തായും ഇതെല്ലാം കണ്ടിട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വേറെ എവിടെയാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉള്ളത് എന്നുള്ളത് ആരായുകയുണ്ടായി. അപ്പോൾ ലോകത്തിൽ മറ്റ് ഇപ്പൊ റോട്ടർഡാം ഉൾപ്പെടെ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള കുറച്ച് തുറമുഖങ്ങളുടെയൊക്കെ പേര് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഭാരതത്തിൽ ഇതാണ് ആദ്യമായിട്ട് എന്നുള്ളതിൽ അദ്ദേഹത്തിനും ഒരുപാട് അഭിമാനം. ഗുജറാത്തിന്റെ കാര്യം എടുത്ത് പറയുകയും ചെയ്തു, അദാനി അവിടെ ചെയ്തില്ല, പരാതിയാവും എന്നൊക്കെ പറഞ്ഞു. അത് ഒരു തമാശയായിട്ട് പറയുകയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും തുറമുഖ വികസനത്തിന് ഒരു പുതിയൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് നമ്മുടെ വിഴിഞ്ഞം ഇപ്രാവശ്യം അദ്ദേഹം നേരിട്ട് വന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞം ആ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിന് അഭിമാനമാണ്, രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. ആ ഒരു സന്തോഷമാണ് ദിവ്യ സേർ നമ്മോട് പങ്കുവച്ചത്.